അത് ആർക്ക് വേണമെന്ന് തോന്നണോ അവർ വന്ന് പഠിക്കണം. വേണമെന്ന് തോന്നിയവനെ നിരസിക്കാൻ പാടില്ല, പ്രത്യേക കാരണങ്ങളില്ലെങ്കിൽ. അത് വളരെ ശ്രദ്ധേയമായിട്ട് ഗ്രഹിക്കേണ്ട കാര്യമാണ്. മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ ജഡിലോ അധൗതദ്വാസ അരക്തപീഠ കുശാന്തത്. കേട്ടോളൂ, ഞാൻ ആലോചിക്കുകയാണ്. ഭൂമാനന്ദ സ്വാമിജി ശ്രീമദ് ഭാഗവതം പറയുന്ന സമയത്ത് കൃഷ്ണൻ ഉദ്ധവന് ഉപദേശിച്ചു കൊടുത്ത ആ അന്തിമ വാക്കുകളുണ്ടല്ലോ, ഉപദേശം, അത് കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളം അറിയുന്നവർക്ക് വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്നതിനൊക്കെ ഉള്ള പ്രസക്തി ഈ പ്രേക്ഷകർ മനസ്സിലാക്കുമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത്? ഇതിനുള്ള പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കുമോ? സ്വാമിജി ഈ പഴയ കാര്യം പറയുന്നുണ്ടല്ലോ, ഇത് നമുക്കായിട്ട് എന്താണത് ബന്ധം എന്നുള്ളൊരാലോചന നിങ്ങളുടെ മനസ്സിൽ ഉദിക്കേണ്ടതാണ്, വേണ്ടതാണ്. ഇന്നാൾ ഞാൻ ഇന്ദ്രനെ പറ്റി പറഞ്ഞ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു, ഞാനൊരു അവതരണം നൽകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കൃഷ്ണൻ വിഭൂതിയിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഏത് ഇന്ദ്രനും പൂജ ചെയ്യരുത്, ആരാധിക്കരുത് എന്ന് പറഞ്ഞു, ആ ഇന്ദ്രനും ഞാനാണെന്ന് പറയുക. ആ ഇന്ദ്രനാണ് കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത്, മഴ പെയ്യിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞു. ഒരൊറ്റ ആൾ ആലോചിച്ച് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞതായിട്ട് അറിയില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ മെയിലിൽ നോക്കിയപ്പോൾ ഒരാൾ സ്വാമിജി ഇങ്ങനെ പറഞ്ഞുല്ലോ, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയാം, ഒരുവിധം നന്നായി എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് പ്രേക്ഷകരാ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഒരു വൃക്ഷമാണെങ്കിൽ വളരും, തൊട്ടാവാടിയും കൂടി വളരും. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വളർച്ചയില്ല എന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം, ഒരു പ്രവക്താവ് എങ്ങനെയാ സന്തോഷിക്കുക, അദ്ദേഹത്തിന് പറയാൻ എന്താ തോന്നുക, പ്രേക്ഷകന്മാരെങ്ങനെ അത് കേൾക്കുന്നുവോ അവർക്ക് പ്രയോജനമുണ്ടെന്ന് എത്ര കണ്ട് പ്രവക്താവിന് മനസ്സിലാവുന്നുവോ അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനം കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാവും, ആഴത്തിലും ഈണത്തിലും ചെല്ലും. ഇത് നമ്മുടെ പ്രേക്ഷകർ മിണ്ടാതെ ഇരിക്കുന്നവരാ, അത് ഇന്ത്യ രാജ്യക്കാരുടെ ഒരു ശാപമാണെന്നാണ് തോന്നുന്നത്. എഴുത്തുകാർ ഓരോ ലേഖനങ്ങളും പ്രത്യേകിച്ച് നോവലും കഥകളും എഴുതുമ്പോൾ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൽ എന്താണ് സ്ഥിതി എന്നറിയോ? പലരും എഴുതി അറിയിപ്പിക്കും. ചാൾസ് ഡിക്കൻസ് അദ്ദേഹത്തിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ഖണ്ഡശഃ ഓരോന്നായി, അയ്യോ ആ കുട്ടിയെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ആ കുട്ടിക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന് വായിക്കുന്നവർക്ക് അനുവാചകർക്ക് അറിയില്ല. അപ്പോൾ ആ കുട്ടിയെ എഴുത്തുകാരനോട് പറയാണ്, അബദ്ധം ചെയ്യരുത്, ഞങ്ങൾക്കൊക്കെ സങ്കടമാണെന്ന്. അങ്ങനെയുള്ള ഒരു പ്രതികരണം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അത് ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് സാഹിത്യത്തിൻ്റെ കുറവുണ്ടോ? ഇല്ല. സംഗീതത്തിൻ്റെ കുറവുണ്ടോ? അതുമില്ല. പക്ഷേ എന്തോ ഒന്നിൻ്റെ കുറവ് ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു തത്വപ്രവചനം നടക്കുമ്പോൾ ആ നടക്കുന്നതിനെ സംബന്ധിച്ച് അത് കേൾക്കുന്നവരും കാണുന്നവരും എന്ത് ചിന്തിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവുന്നുണ്ടോ, അവരിൽ ഊർജ്ജസ്വലമായി കാര്യക്ഷമമായി എന്തെങ്കിലും സ്പന്ദനങ്ങൾ ഉണരുന്നുണ്ടോ എന്ന് പ്രവക്താവിനെ അറിഞ്ഞാലല്ലേ പറയാനൊരു ഉത്സാഹം കിട്ടുള്ളൂ. ഇത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറഞ്ഞ മാതിരിയാണോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, എപ്പോഴും തോന്നുന്നില്ല. മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ ജഡിലോ അധൗതദ്വാസ അരക്തപീഠ കുശാന്തത്. ആ ബ്രഹ്മചാരിയെ ചിത്രീകരിക്കുന്നതാണ്, നിങ്ങൾ കേൾക്കണം. ഇതാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ കുട്ടികൾ ജനിക്കുന്നുണ്ട്. ആ കുട്ടികളെ പഠിക്കാനും നിങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് വീട്ടിലെല്ലാ കുട്ടികൾ പഠിക്കുന്നത് ഹോംവർക്ക് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുൻപിൽ വൈകുന്നേരം 6:30 മണിക്കാണ് ചില കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത്. കാലത്ത് പോണതോ 6:30 മണി 7 മണിക്ക് പോകും ട്യൂഷന്. അപ്പോൾ ഏതാണ്ട് 12 മണിക്കൂറോളം പുറത്താണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര സമയമുണ്ടാവും? ഊണ് കഴിക്കാനും ഉറങ്ങാനും ഉള്ള സമയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്തല്ല വളരണത് എന്നുള്ളതിലൊരു സമാന്തരതയുണ്ട്. പക്ഷേ ആ കുട്ടിയെ എങ്ങനെ പറഞ്ഞയക്കണു എന്നുള്ളതാണ്. ബ്രഹ്മചാരി പഠിക്കാൻ പോകുമ്പോൾ അവന് ഒരു തരത്തിലുള്ള അലങ്കാരവും പാടില്ല. സമ്മതിക്കുമോ നിങ്ങളിത്? നമ്മുടെ വിചാരം എന്താ? എൻ്റെ കയ്യിലുള്ള യോഗ്യത മുഴുവൻ വേഷത്തിലാണ്. അപ്പം എൻ്റെ കുട്ടിയെ ഭംഗിയായി വേഷം കെട്ടി, സ്വർണ്ണപ്പണ്ട പണിഞ്ഞ്, കയ്യിൽ വാച്ചും കെട്ടി, എന്തൊക്കെ വേണമെങ്കിൽ മൊബൈൽ ടെലിഫോണോട് കൂടി അയക്കണം എന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ കുട്ടി അങ്ങനെ അല്ല അയക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. എനിക്ക് ഏറ്റവും അധികം വിഷമം ജനിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കുട്ടി, എനിക്കിന്ന് പിറന്നാളാണ്, ഈ പിറന്നാളിന് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ സമ്മാനം അധ്യാപകനും കൊണ്ടു കൊടുക്കുന്ന ഒരു സമ്പ്രദായം.
എല്ലാവർക്കും അതിനുള്ള കാശും സൗകര്യവും വീട്ടിലില്ലെങ്കിലോ ഒരു കുട്ടി ചെയ്താൽ മറ്റേ കുട്ടിക്ക് ചെയ്യണം തോന്നും, ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് ദുഃഖമായി, അച്ഛനമ്മമാരോട് പറയും, കരയും. ഇതൊക്കെ മനസ്സിലാക്കി എന്തിനാ യൂണിഫോം ഇടാൻ പറഞ്ഞത്? ഒരാൾക്കും വിലപിടിച്ച വസ്ത്രമുണ്ടായി അത് കുറഞ്ഞു, അങ്ങനെ വരരുത്, അപ്പോൾ യൂണിഫോം ആയിക്കോട്ടെ എന്ന്. അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങളിലും യൂണിഫോം വേണം. കുട്ടിയിൽ നിന്ന് ഫീസാണെങ്കിൽ ഫീസ് അല്ലാതെ ഒരു സാധനം ആവശ്യപ്പെടരുത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കരുത് അധ്യാപകന്മാർ. എങ്ങാനും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കണമത്. ആ വിദ്യാഭ്യാസത്തിനുള്ള അന്തരീക്ഷം വേണ്ടതുപോലെ നാം നിലനിർത്തണം. അപ്പോൾ ഇവിടെ ആ കുട്ടിയെ പറഞ്ഞയക്കുന്നത് എങ്ങനെയാ? മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ ജഡിലോ അധൗതദ്വാസ അരക്തപീഠ കുശാന്തത്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇത് മുഴുവനും നിങ്ങൾ അനുസരിക്കും, അനുവർത്തിക്കും എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഒരു കാര്യമെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം: ലാളിത്യം. എത്രയും ലാളിത്യം നാം വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അവരെ കേമന്മാരാക്കി, നിങ്ങൾക്ക് പണമുണ്ടാവാം, പ്രതാപമുണ്ടാവാം, കൊഴുപ്പുണ്ടാവാം, ആ കൊഴുപ്പ് മുഴുവൻ കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുന്നതല്ല ശരി. വിദ്യാഭ്യാസ ജീവിതം ഒരു തപോനിഷ്ഠയും കൂടിയായിരിക്കണം. അഭ്യസിക്കാൻ പോകുന്നത് വിദ്യയാണ്. അവർക്ക് ഭക്ഷണം വേണം, വാസസ്ഥലം വേണം, പാർപ്പിടം വേണം, വസ്ത്രവും വേണം, സമ്മതിച്ചു. പക്ഷേ ഇതൊന്നും ഒരു മോടി പിടിപ്പിക്കാനുള്ളതാവരുത്. അവർ പോകുന്നത് പഠിക്കാനാ, ഒരു ജോലിയും ചെയ്യാനല്ല. 21 വയസ്സാവുന്നത് വരെ ജോലിക്ക് നിർത്താനും പാടില്ല. അപ്പോൾ മേഖലാജിന ദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ, ഇതായിരുന്നു അന്നത്തെ സമ്പ്രദായം എന്ന് വിചാരിക്കൂ. മേഖല അണിഞ്ഞിരിക്കണം. കൃഷ്ണാജിനം എന്ന് പറഞ്ഞാൽ കൃഷ്ണാമൃഗം, മാൻ്റെ തോലിൻ്റെ ഒരു കഷ്ണം, ദണ്ഡം കയ്യിലുള്ള വടി, ജപിക്കാനുള്ള മാല അക്ഷമാല, ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ഉപവീതം പൂണൂല്, കമണ്ഡലൂൻ, കമണ്ഡലം എന്ന് പറഞ്ഞാൽ ജലപാത്രം, ജഡിലഹ അധൗതദ്വാസ, തല ജഡിലം. എന്താ അത്? ക്രോപ്പ് ചെയ്യുക എന്നൊരു സമ്പ്രദായം ഇല്ല. അപ്പോൾ തലമുടി അതിൻ്റെ പാട്ടിലിങ്ങനെ വളർന്നു എന്നുണ്ടെങ്കിൽ ജഡിലിനെ പോലെ തോന്നും. അധൗതദ്വാസ, വളരെ കാര്യമായിട്ട് പല്ല് വെളുപ്പിക്കുക എന്നുള്ള സമ്പ്രദായമില്ല, തുണിയും ഇല്ല. ദിവസേന പോയി കുളിക്കും, തുണിയിൽ പിടിച്ചിട്ടുള്ള അഴുക്കൊക്കെ പോവും, കുറേശ്ശെ നിറം മാറി എന്നൊക്കെ വരും, കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റും. അവിടെ പോയിട്ടുള്ളത് പഠിക്കാനാ, പോകുന്നത് പഠിക്കാനാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ വക മോടികളൊന്നും വേണ്ടല്ലോ. 2 നേരം കുളിക്കുക, വൃത്തിയാക്കുക. അരക്തപീഠ, ഇരിക്കാനുള്ള കസേരയോ മേശയോ എന്താണെന്നുണ്ടെങ്കിൽ അതിൽ ചായം പൂശി പുരട്ടുക, അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല. ധരിക്കുന്നതോ കുശാന്തത്, കുശപ്പുല്ലാണ് ധരിക്കുക, മടഞ്ഞ്. എന്താ അതിന് വിരോധം? എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ ഇടയിലൊരു മഠമുണ്ടായിരുന്നു. അത് അല്ല, മഠങ്ങളൊന്നല്ല, ഞങ്ങളുടെ ഒക്കെ മഠങ്ങളായിരുന്നു. അതിൽ ഒരു വീട്ടിൽ അവർക്ക് നിർബന്ധമാണ്, ചെറിയ കുട്ടികളെയൊക്കെ ഈ അടയ്ക്കാമരല്ലേ, കവുങ്ങ്, അതിൽ നിന്നെടുത്ത കൂമ്പാളക്കോൺ ഉടുപ്പിക്കുക പ്രായമൂപ്പ് വരുന്നവരെ. അപ്പോൾ അശുദ്ധിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ കുറച്ച് പരിഷ്കൃതനായിരുന്നു, പരിഷ്കൃത മഠങ്ങളിൽപ്പെട്ടവരാന്ന് വയ്ക്കുക. വാസ്തവത്തിലല്ല, ബാക്കിയുള്ളവർ അങ്ങനെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കരുത്. കുശാന്തത്, കുശപ്പൊല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ ജഡിലോ അധൗതദ്വാസ അരക്തപീഠ കുശാന്തത്. എന്തിനാ ഈ മാൻതോല് എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തപസ്സിൻ്റെ മൂർത്തിമത് രൂപമാണ്. ആ ബ്രാഹ്മണൻ എന്തിനാ ഈ കൃഷ്ണാമൃഗത്തിൻ്റെ മാനിൻ്റെ ഒരു തോല് പൂണോലിൽ കൂട്ടിക്കെട്ടുന്നത്? എന്താ അതിൻ്റെ ആവശ്യം എന്നിങ്ങനെ ആലോചിക്കും. ഈ ലോകം മുഴുവനും സങ്കീർണമാണ്. സങ്കീർണത മുറ്റി നിൽക്കുന്നതാണ് നമ്മുടെ ഈ ലോകം. ആ സങ്കീർണതയിൽ എല്ലാ ഭാവങ്ങളും ഒരേപോലെ സമ്മേളിക്കുകയാണ്. അതിൽ ഒന്ന് നോക്കിയാൽ, ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും പ്രകൃതവിശേഷം നോക്കിയാൽ ക്രൂരതയുടെ അങ്ങേയറ്റം, അവിടുന്ന് അങ്ങോട്ടോ ശാന്തതയുടെ അങ്ങേയറ്റം, അല്ലെങ്കിൽ സൗമ്യതയുടെ. അപ്പോൾ ഇവിടെ സൗമ്യ ജന്തുക്കളുമുണ്ട്, ക്രൂര ജന്തുക്കളുമുണ്ട്. ആ സൗമ്യ ജന്തുക്കളിൽ പെട്ടതാണ് മാൻ, ക്രൂര ജന്തുക്കളിൽ പെട്ടതാണ് പുലി. ഇങ്ങനെ 2 എണ്ണം. ഈ പുലിത്തോലും മാൻതോലും രണ്ടും ഉപയോഗിക്കും സന്യാസിമാർ. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും അത് കേൾക്കാത്തവർക്ക് കേൾക്കാം, കേട്ടവർക്ക് ഒന്നും കൂടി ഉറപ്പിക്കാമല്ലോ.
അപ്പോൾ ഈ മാൻ്റെ ഒരു തോല് നമ്മൾ കയ്യിൽ വയ്ക്കുമ്പോൾ എന്താ ഓർമ്മ വയ്ക്കേണ്ടത്? വളരെ ശാന്തശീലമായിരിക്കുന്ന മാനുണ്ടല്ലോ, ആ മാൻ, അതിൻ്റെ ശരീരത്തിന് നല്ല കൗതുക, മാൻപേട കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. ആ മാൻപേടയെ മനുഷ്യന് അമ്പ് ചെയ്തിട്ടോ വെടിവെച്ചിട്ടോ കൊന്ന് അതിൻ്റെ തോലെടുക്കാനും മാംസം എടുക്കാനും ഒരു വിഷമവുമില്ല. ഈ മാൻ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലുള്ള മോഹം, ആശ. അപ്പം ശാന്തപ്രകൃതമായിരിക്കുന്ന മാൻ എത്ര നന്നായാലും കാണാൻ അഴകാണല്ലോ അതിന്. മൃഗങ്ങൾക്ക് അതല്ലേ പറ്റുള്ളൂ, അത് സംസാരിക്കുന്നതല്ല. ആ അഴകിൽ ആകൃഷ്ടനായി അതിനെ കൊന്ന്, അഴകിൽ ആകൃഷ്ടനായ എന്ത് വേണം? ഒരു മാനെ പിടിച്ച് വളർത്തണം, അതിന് നല്ല പോലെ തിന്നാൻ കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഒന്ന് തലോടണം. അതല്ല, കൊല്ലുകയാണ്. നിങ്ങളുടെ മക്കളെ ആരെങ്കിലും കണ്ട് വളരെ കൗതുകം തോന്നി അങ്ങോട്ട് കൊന്ന് തോലെടുക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് മാനെ ഇഷ്ടം തോന്നിയാൽ അതിനെ കൊല്ലുക വേണ്ടത്, അതോ അതിന് ഇത്തിരി പുല്ല് കൊടുക്കുകയോ വേണ്ടേ? നോക്കൂ, മനുഷ്യൻ്റെ വിപരീത ബുദ്ധി. തൻ്റെ കുട്ടിയിൽ ആരെങ്കിലും ആകൃഷ്ടനായാൽ ആ കുട്ടിയെ കൊല്ലാൻ അവർ പുറപ്പെട്ടാൽ നമുക്ക് പിടിക്കില്ല. ഒരു മാൻകുട്ടിയെ കണ്ടാലോ നമുക്ക് കൊല്ലാൻ തോന്നുന്നു. കണ്ടോ, ഇതാണ് മനുഷ്യനുള്ള തകരാറ്. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. തനിക്ക് പ്രതികൂലമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പം മാന് വന്നിരിക്കുന്ന ഗതി അതാ. ഇനി അതേപോലെ ക്രൂരമൃഗമായിരിക്കുന്ന നരി, ആ നരിയെയും മനുഷ്യൻ വേട്ടയാടി കൊന്ന് അതിൻ്റെ തോലും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. ആ പുലിയെ പിടിച്ചു കൊണ്ടുവരുന്നില്ല, അതിന് സാധിക്കില്ല. ആ പുലിയെ കൊന്ന് തോലെടുക്കുക, ഇത് ജീവിതത്തിലുള്ള സമ്പ്രദായമാണ്. അപ്പം നമ്മൾ എത്ര ശാന്തശീലന്മാരായി ഈ ലോകത്തിൽ ജീവിച്ചാലും നാം അഭിമുഖീകരിക്കുന്നതായ ജനസാന്ദ്രത, ആ ജനങ്ങളുണ്ടല്ലോ, അതിങ്ങനെയുള്ള ക്രൂരതയ്ക്കും സൗമ്യതയ്ക്കും മധ്യത്തിൽ ഇങ്ങനെ ഇടതൂർന്നിരിക്കുന്നവരാണ്. അവരോട് സമീപിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് കിട്ടാം. അതിന് തയ്യാറായിരിക്കണം. ഇവിടെ മാൻ സ്വഭാവികളും ഉണ്ടാവും, ക്രൂരസ്വഭാവികളും ഉണ്ടാവും. സൗമ്യശീലന്മാർ നമ്മളെ ആദരിച്ചു എന്ന് വരാം, ക്രൂരസ്വഭാവികൾ നമ്മളെ തിരസ്കരിച്ചു എന്ന് വരാം, ശിക്ഷിച്ചു എന്നും വരാം. ഇത് രണ്ടിനും തയ്യാറായിക്കോളൂ എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പും ഒരു തുറപ്പുമാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ടല്ലോ മനുഷ്യർ. ആ ശബരിമലയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഞങ്ങൾ ഇന്നാൾ മലേഷ്യക്ക് പോയി വരുമ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പുറത്തുനിന്ന് കറുത്ത വസ്ത്രം ധരിച്ച് ചെരുപ്പിടാതെ വരുന്നു. അവിടെ ഈ മലേഷ്യയൊക്കെ നമ്മളെക്കാൾ സമ്പത്ത് ധാരാളമുള്ളവരാണ്, വളരെ സമ്പന്ന രാഷ്ട്രമാണത്. അവിടുന്ന് ശബരിമലയ്ക്ക് വരുന്നവരുണ്ട് മുണ്ടുടുത്ത്, കറുത്ത വസ്ത്രമെടുത്ത്, ഷെയ്വ് ചെയ്യാതെ, കയ്യിൽ വാച്ചുണ്ടോയെന്നും കൂടി സംശയമാണ്, കറുത്ത ബാഗും കാര്യങ്ങളുമായിട്ട് വരുന്നു, കാലിൽ ചെരുപ്പുമില്ല. ചെരുപ്പില്ലാതെയാണ് അവർ പ്ലെയിനിൽ വരെ വന്ന് കയറിയത്. എന്താ അതിനർത്ഥം? അപ്പോൾ ഇന്നും ഉണ്ട് ഈ തപോനിഷ്ഠയ്ക്കൊരു സ്വാധീനം എന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഓരോ കൊല്ലം ചെല്ലും തോറും ശബരിമലയ്ക്ക് വരുന്നവരുടെ സംഖ്യ കൂടി വരികയാണ്. ശരിക്ക് വരികയാണെങ്കിൽ ഒരു 41 ദിവസം 2 മാസമെങ്കിലും വ്രതമനുഷ്ഠിക്കണം. ആ വ്രതത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബ്രഹ്മചര്യം. രണ്ടാമതോ ജീവിത ലാളിത്യം, ജീവിതത്തിൽ ലളിതമായിരിക്കുക. ആ ജീവിത ലാളിത്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. എന്തിനാ അവർ കൊല്ലം തോറും വരണത്? ആ ഒരു കൊല്ലമെങ്കിലും അവർക്ക് അന്തരാത്മാവിൻ്റെ സാമീപ്യം കിട്ടും. തപസ്സും നിയന്ത്രണവും നിഷ്ഠയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾ അന്തരാത്മാവോട് അടുക്കുക ചെയ്യണത്. ഈ പ്രപഞ്ചബാധകൾ കുറയും. ആ ആത്മപ്രകാശം, ആത്മശാന്തി, ആ ആത്മാ എന്ന് പറയുന്ന ആ സൗഭാഗ്യമുണ്ടല്ലോ, അത് കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ തപസ്. അപ്പോൾ പഠിക്കുന്നത് മനസ്സും ബുദ്ധിയുമാണ്. മനസ്സ് സൂക്ഷ്മമാവണം, ബുദ്ധി വികസിതമാവണം എന്നുണ്ടെങ്കിൽ ഈ പുറം മോടികളെല്ലാം നിർത്തി ഉൾമോടി വർദ്ധിപ്പിക്കാനുള്ള തപസ്സും വ്രതവും നിഷ്ഠയുമാണ് ആവശ്യം. അതാണ് ഇങ്ങനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ശബരിമല നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ കാടൊക്കെ ചവിട്ടുന്നത്, ചെരുപ്പും കൂടിയില്ലാതെ കഷ്ടപ്പെട്ടു പോണു. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടുന്ന് തിരിച്ചു വന്നാൽ ഗംഭീരമായിട്ട് ഡ്രസ്സ് ചെയ്ത് ഷൂവും ടൈയും ഒക്കെ ആയിട്ട് പോകുന്നവരാ. ആ സമയത്ത് അവർക്ക് അതൊന്നും വേണ്ടാന്ന്. ഇന്നും നമ്മുടെ ബ്രഹ്മചര്യം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്ന സമയത്ത് ഇതുപോലെ ആകണം എന്നുള്ളൊരു തീരുമാനം ഇവിടെ മുതിർന്നവർ, നല്ല വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഉപദേഷ്ടാക്കളെല്ലാവരും കൂടി എടുത്തു എന്നുണ്ടെങ്കിൽ ഒരു സുന്ദര ഭാരതം നമുക്ക് രചിക്കാനും സൃഷ്ടിക്കാനും സാധിക്കും.
ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ ദാരിദ്ര്യം തീർക്കണം, എങ്ങനെയായാലും അരി വിതരണം ചെയ്യണം, നന്നായി വസ്ത്രവും വിതരണം ചെയ്യണം. അതിനാരും പുറപ്പെട്ടിട്ടില്ല അതേവരെ. ഞങ്ങളൊരു അന്നവസ്ത്രദാന സത്രം നടത്തുന്നുണ്ടെങ്കിലും ആ വസ്ത്രവിതരണം ഇതേവരെ സർക്കാർ നോക്കിയിട്ടില്ല. അങ്ങനെ വീട് വിതരണം അതും പുറപ്പെട്ടിട്ടില്ല. 3 ആവശ്യങ്ങളാണ്: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അതിൽ ഭക്ഷണത്തിൽ മാത്രമേ 1 രൂപ അരി വന്നിട്ടുള്ളൂ ഇപ്പോൾ. അതും സമൃദ്ധിയായിട്ട് വന്നിട്ടുമില്ല. അതുപോലെ ഇതൊക്കെ കഴിച്ച് നാം പോഷിപ്പിക്കുന്നതായ ശരീരം എന്തിനുള്ളതാ? മാംസം മാത്രം വളരാനുള്ളതാണോ? അല്ല. അതിൽ നല്ല ഒരു മനസ്സ്, ഒന്നാം തരം ബുദ്ധി അതിൽ രൂപപ്പെട്ടു വരണം. അതിന് അറിവാണ് ആവശ്യം, അച്ചടക്കമാണ് ആവശ്യം, നിയന്ത്രണവും നിഷ്ഠയുമാണ് ആവശ്യം. അതിനാണ് തപോനിഷ്ഠമായിരിക്കുന്ന ഓസ്റ്റെരിറ്റി എന്ന് പറയുന്ന ഒരു മാർഗം അതിന് അവലംബിക്കുന്നത്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ മായാത്ത ലിപികളിൽ എഴുതി വച്ചിട്ടുള്ള സംസ്കാര ചിഹ്നമാണ്. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അവിടെ പോയിട്ട് എന്തു വേണം? ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? അവിടെ ഷെയ്വ് ചെയ്യണ ഏർപ്പാടില്ല, ഗംഭീരമായിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്ത് ഉപയോഗിച്ച് പല്ല് തേക്കണ ശീലമില്ല, നഖങ്ങളൊക്കെ അങ്ങനെ വളരും. ഇതാ ഇവിടെ പറയേണ്ടത് അതിനെപ്പറ്റി. സ്നാനഭോജന ഹോമേഷു ജപോച്ചാരേ ചവാഗ്യത നഖരോമാണി കക്ഷോപസ്ഥഗതാന്യപി. ബ്രഹ്മചാരികൾക്കുള്ള ലക്ഷണ എന്താ? സ്നാന ഭോജന ഹോമേഷു. ഉപനയനം കഴിച്ചാൽ ചില ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുളിക്കുന്ന സമയത്തോ ഭോജനത്തിലോ ആഹാരം കഴിക്കുന്ന സമയത്ത്, ഹോമേഷു ഹോമം നടത്തുന്ന സമയത്ത്, ജപോച്ചാരേ ചവാഗ്യത ഒരിടത്ത് ഇരുന്ന് ജപിക്കുന്ന സമയത്ത് ആ ഉച്ചാരണത്തിന് വിഘ്നം വരുത്തിക്കൊണ്ട്, വാഗ്യത ഒരു തരത്തിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. വളരെ നിയന്ത്രിതമായിട്ട് വേണം. പ്രത്യേകിച്ചും മൗനം. എവിടെയൊക്കെ? കുളിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഹോമം നടത്തുന്ന സമയത്ത്, ജപിക്കുന്ന സമയത്ത് മൗനം പാലിക്കണം. സാധാരണ ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ നമ്മുടെ അന്നക്ഷേത്രത്തിൽ മൗനം സൈലൻസ് എന്ന് പറഞ്ഞ് എഴുതിയിടും. എന്നാലും ചിലർക്ക് അവിടെ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് വരെ അവർ സംസാരിച്ചു, പുറത്തു പോയാലും സംസാരിക്കാം. ആ ഉള്ളിലൊരിത്തിരി നേരം സംസാരിക്കാതെ ഇരിക്കൂ എന്നങ്ങോട്ട് പറഞ്ഞാൽ എന്താണോ അവർക്ക് കുഴപ്പം എനിക്കറിയില്ല. ഈ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയാൽ വിളമ്പുന്നവരെങ്ങനെയാണ് വിളമ്പുക? ഓരോ സാധനവും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് പറയണം, എത്ര വേണം എന്നുള്ളത് പറയണം. നിങ്ങൾ ആ ഭക്ഷണം വേണ്ടതുപോലെ കഴിച്ച് അതിൻ്റെ രുചി അനുഭവിക്കണമെങ്കിൽ സംസാരിച്ചാൽ പറ്റില്ല. ഒരു വായ കൊണ്ട് ഒരു പ്രവൃത്തിയെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഭക്ഷണം ചവച്ചിറക്കൽ. ആ ചവയ്ക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കും കൂടി വേണമെന്ന് പറഞ്ഞാൽ വിപരീതമായ ഒരു പ്രവൃത്തിയാണ്. ഭോജനശാലയിലെത്തിയാൽ വായ എന്താ ചെയ്യുക? അത് ചവച്ചിറക്കണം. ആ ചവച്ചിറക്കുന്ന വായ സംസാരിക്കണത് എങ്ങനെയാണ്? ഒന്ന് അകത്തേക്ക് ഇറക്കുന്ന പ്രവൃത്തിയാണ്, മറ്റത് പുറത്തേക്ക് വിടുന്ന പ്രവൃത്തിയാണ്. ഒന്ന് ദ്രവ്യത്തെ മെക്കാനിക്കലായി ചവച്ചിറക്കുക, മറ്റതോ സൗണ്ട് എനർജിയെ പുറത്തേക്ക് വിസർജിക്കുന്നതാണ്, വിടുന്നതാണ്. ഇത് രണ്ടും വിപരീതമാണ്. ഇതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ തന്നെ പറയൂ. വലത്തേ കാല് മുമ്പിലേക്ക് വെച്ചു, ഇടത്തേ കാല് പിന്നിലേക്കും വെച്ചു, എന്നിട്ടൊരാൾക്ക് നടക്കാൻ പറ്റുമോ? അതുപോലെ പരസ്പര വിരോധങ്ങളാണ് ഇവ രണ്ടും. അപ്പം സംസാരിക്കാതെ ഇരിക്കണം. അത് വിളമ്പുന്നവർക്ക് ഒരു സന്തോഷമാണ്, സൗകര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ കഴിക്കുന്ന സമയത്ത് അത് രുചി നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ വയ്ക്കുന്നത്. നിങ്ങളൊരു 15 മിനിറ്റോ അരമണിക്കൂറോ ഇരുന്ന് ഊണ് കഴിക്കും. അവർ കഷ്ടപ്പെട്ടുള്ളത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരിക്കും. അങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂർ വീട്ടമ്മമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം നിങ്ങളൊന്ന് അനുഭവിച്ച് നല്ലപോലെ അനുഭവിച്ചുകൂടെപ്പാ. അതിൻ്റെ ഉള്ളിൽ വേണ്ടത്ര പ്ര എന്ന് വർത്തമാനം പറഞ്ഞാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണത് നന്നാവുക? അപ്പം ആ മൗനം വളരെ അത്യാവശ്യമാണ്. സ്നാനഭോജന ഹോമേഷു ജപോച്ചാരേ ചവാഗ്യത നഖരോമാണി കക്ഷോപസ്ഥഗതാന്യപി. നഖങ്ങളെയും രോമങ്ങളെയും ഛേദിക്കരുത്, മുറിക്കരുത്. എവിടെയൊക്കെയുള്ളത്? കക്ഷ ഉപസ്ഥഗതാന്യപി. കക്ഷത്തുള്ളതും ഗുഹ്യപ്രദേശത്തുള്ളതുമൊക്കെ അതിൻ്റെ പാട്ടിൽ വളർന്നോട്ടെ, ഒന്നും അലങ്കാരത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ടെന്ന്. സ്നാനഭോജന ഹോമേഷു ജപോച്ചാരേ ച വാഗ്യത. കുളിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഹോമാദികൾ ചെയ്യുമ്പോൾ, ജപിക്കുന്ന സമയത്ത്, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ എല്ലാ സമയത്തും മൗനം പാലിക്കണം. ഇത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കൂ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ആ സംസ്കാരം വളരട്ടെ. ഇതിലേതെങ്കിലും ഒന്ന് അപരിഷ്കൃതമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്നത്തെ ലോകം ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ഏജാണിത്.
ആ സയൻറ്റിഫിക് ഏജിൽ ഒരു ബ്രഹ്മചാരിയുടെ ജീവിതവും പഠിപ്പും ഉദ്ദേശവും ലക്ഷ്യവും എല്ലാം വേണ്ടതുപോലെ നടക്കണം എന്ന് വിചാരിച്ച് അതിന് വേണ്ട നിഷ്ഠകളാണ് ഇവിടെ പറയുന്നതിൽ. ഇത് ഏതാണ് നമുക്ക് സമ്മതമല്ലാത്തത്? കക്ഷോപസ്തകതാന്യപി. ഇതിൽ കൂടുതൽ ഗഹനമായിട്ടുള്ളതോ ആന്തരമായിട്ടുള്ളതോ ഒരിക്കലും വിടരുത്. അപ്പുറത്തുള്ളതൊക്കെ കുറച്ച് മാറ്റം വന്നാലും വിരോധമില്ല. രേതോ നാവികിരേജാതു ബ്രഹ്മവ്രതധര സ്വയം അവകീർണേ അവഗാഹ്യാപ്സു യഥാസുഹു ത്രിപദീം ജപേത്. ബ്രഹ്മചാരികൾക്ക് വരാവുന്ന വേറെ ഒരു കാര്യമാണ്, നമ്മുടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് മനുഷ്യനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യണം. ചിലതൊക്കെ ഗുഹ്യമായിട്ടുള്ളതുണ്ടാവാം, ലൈംഗികമായിട്ടുള്ള ചില വിഷയങ്ങളും ഉണ്ടാവാം. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ പോയില്ലെങ്കിലും അത് ശരിക്ക് പറയേണ്ടി വരും. പറയേണ്ട സമയത്ത് മനുഷ്യന് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നാം പ്രതിപാദിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹജമായോ സ്വാഭാവികമായോ ഉണ്ട്, അതിൽ ഇത്ര വലിയ ഗോപ്യത്വം നിലനിർത്തേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ മുതിർന്നവർ കുട്ടികളായിരുന്നു. അപ്പം മുതിർന്നവർക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവും. രേതോ നാവകിരേജാതു ബ്രഹ്മവ്രതധര സ്വയം. സാധാരണ പുരുഷന്മാർക്ക് കുട്ടികളായിരുന്നു മുതിരുമ്പോൾ ആ യുവത്വം വരുന്നതോടുകൂടി അഡോളസൻസ് എന്ന് പറയുന്ന കാലഘട്ടമുണ്ടല്ലോ, ആ കുമാരത്വം നീങ്ങി ആ യുവത്വം പ്രവേശിക്കുന്ന സമയത്ത് അവരിൽ സ്വാഭാവികമായി ചില ഗ്ലാൻഡുകൾ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് വൃഷണങ്ങൾ, നമ്മുടെ ടെസ്റ്റിക്കിൾസും എപ്പിഡിഡിമിസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അങ്ങനെ ജനനേന്ദ്രിയത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് ഈ രേതസ്. മലം, ജലം, രക്തം, ശുക്ലം എന്നൊക്കെയാണ് പറയുക പുരുഷ ശരീരത്തിൻ്റെ ധാതുക്കൾ. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അത് ശരീരം വളരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായി അത് വളർന്നു വരുമ്പോൾ ഈ രേതസ് ഉണ്ടാവുക, അതിൻ്റെ നിർമ്മാണം സ്വാഭാവികമാണ്. ആ ഉണ്ടായ രേതസ് എന്ത് ചെയ്യും? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ശരീരത്തിൽ നിന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത്, ശരീരത്തിന് കൺട്രോൾ ഇല്ലാത്ത സമയത്താണ് ഇത് പുറത്തു പോവുക. ചിലപ്പോൾ ഒരു സ്വപ്നം അതിന് കാരണമാവാം, അതില്ലെങ്കിലും പോയി എന്ന് വരാം. ഇതിന് വെറ്റ് ഡ്രീം എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ വരരുത് എന്നൊരു പോയിൻ്റ്. സ്വാഭാവികമായി വന്നാൽ അതിന് നമുക്ക് ഉത്തരവാദിത്വമില്ല. ഇപ്പം മലമൂത്രങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ലേ? എന്നാൽ ഈ രേതസ് അതേപോലെ പോവില്ല. അപ്പം രേതസ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ രേതസ് പതനത്തിന് വേണ്ടി നമ്മളൊന്നും അതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്യാതെ ഇരിക്കണം എന്നർത്ഥം. എങ്ങാനും ഇത് ഉറങ്ങുന്ന സമയത്തോ മറ്റോ പോയി എന്നുണ്ടെങ്കിൽ എന്തു വേണം എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ബ്രഹ്മവ്രതധരസ്വയം. ബ്രഹ്മവ്രതധരസ്വയം, ബ്രഹ്മവ്രതം ധരിക്കുന്നവനായിട്ട്. അപ്പം എന്താ വേണ്ടത്? ഉപനയനത്തിൽ മുഖ്യമായിട്ടുള്ളത് എന്താ? ഗായത്രി ഉപദേശമാണ്. എന്താ ഈ ഗായത്രി? തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇതാണ് ഗായത്രിയിലെ 3 പാദങ്ങൾ. എന്നോട് ചോദിക്കുകയായിരുന്നു, സ്വാമിജി ഈ ഗായത്രിയിൽ 3 പാദങ്ങളേ ഉള്ളൂ, പിന്നെ എന്തിനാ ഓം ഭൂർഭുവസ്സുവഃ എന്ന് ചേർത്തിരിക്കുന്നത്? എല്ലാ മന്ത്രങ്ങളോടും കൂടി ഓങ്കാരം ചേർക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഭൂർഭുവസ്സുവഃ എന്നും കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഗായത്രി എന്ന് പറയുന്ന ഋഗ്വേദ സൂക്തത്തിൽ അതില്ല. തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ 3 വരികളേ ഉള്ളൂ അതിൽ. അവകീർണേ അവഗാഹ്യാപ്സു. എങ്ങാനും ഈ രേതസ് ശുക്ലം വീണു എന്നുണ്ടെങ്കിൽ എന്തു വേണം? വെള്ളത്തിൽ പോയി കുളിച്ച് പ്രാണായാമത്തോടുകൂടി യഥാസുഹു ത്രിപദീം ജപേത്. ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ശ്വാസനിയന്ത്രണത്തിന് വലിയ ഇഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ. ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നു, ഡോക്ടർമാരും കൂടി ബ്ലഡ് പ്രഷർ കുറയാൻ, ഷുഗർ ഇല്ലാതെയിരിക്കാൻ, ഹൃദയത്തിന് ആഘാതങ്ങളൊന്നും വരാതെയിരിക്കാൻ പ്രാണായാമത്തിന് വലിയ ശക്തിയാണെന്നാണ് പറയുന്നത്. സാധാരണ ഈ ശ്വാസം തനിയെ ഉള്ളിലേക്ക് പോയി തനിയെ പുറത്തേക്ക് പോകും. അങ്ങനെ തനിയെ വന്ന് തനിയെ പോകുന്നതിനെ നമ്മളൊന്ന് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പോകുന്ന സമയം, ഉള്ളിലേക്ക് വരുന്ന സമയം, ഉള്ളിൽ നിർത്തുന്ന സമയം സാധാരണ നിർത്താറില്ല. അപ്പോൾ ഉള്ളിൽ നിർത്തിക്കൊണ്ട് പോകുന്ന സമയത്തെ നിയന്ത്രിച്ച് വരുന്ന സമയത്തെയും നിയന്ത്രിച്ച് അതിലൂടെ നാം ഒരു ക്രമീകരണം കൊണ്ടുവരിക. ആ ക്രമീകരണത്തിൽ വർദ്ധിപ്പിക്കുക. എന്തിനാ വർദ്ധിപ്പിക്കുക? അടക്കി നിർത്തുന്നതിന്. നിങ്ങൾക്ക് ഉള്ളിലേക്കെടുത്ത് കുറച്ച് നേരം നിർത്താം, പുറത്തേക്ക് വിട്ട് അകത്തേക്ക് എടുക്കാതെ കുറച്ച് നേരം നിർത്താം. അങ്ങനെ അകത്തും പുറത്തുമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും.
അങ്ങനെ പ്രാണായാമത്തോടുകൂടി ത്രിപദീം ജപേത്, 3 പാദമുള്ള ഗായത്രിയെ ജപിക്കുക. എന്താ ഈ ഗായത്രിക്ക് അർത്ഥം? തത്സവിതുഹു വരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്നാ സംശയം. അപ്പോൾ വേണോ വേണ്ടയോ എന്ന് അറിയണില്ല. എന്തായാലും നല്ല കാര്യമല്ലേ, ഒന്നും കൂടി പറയാം. ഞങ്ങൾ സവിതാവിൻ്റെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന തേജസ്സിനെ ബുദ്ധിയിൽ നിർത്തുന്നു. ധീമഹി, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു എന്ന്. ബുദ്ധിയിൽ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധി ആലോചനാമയമാണ്. അപ്പോൾ ബുദ്ധിയിൽ അതിനെ ഞാൻ ആലോചിക്കുന്നു അതിനെക്കുറിച്ച്. എന്തിനു വേണ്ടി? ധിയോ യോ നഃ പ്രചോദയാത്, ഞങ്ങളുടെ ബുദ്ധിവൃത്തികളെ അല്ലെങ്കിൽ ബുദ്ധികളെ അത് വേണ്ടതുപോലെ പ്രചോദിപ്പിക്കട്ടെ എന്ന്. ഇതാണ് ഗായത്രിയുടെ അർത്ഥം. അപ്പോൾ ഈ ഗായത്രി മന്ത്രമാണ് ഉപനയന വേളയിൽ അച്ഛൻ പുരോഹിതന് സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഇത് ഉപദേശിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ബുദ്ധിക്കുള്ള ഈ ഉപദേശം, ഈ ഗായത്രി എന്ന് പറയുന്നത് ഒരു അഭ്യാസവും അനുഷ്ഠാനവുമായി നാം കൊണ്ട് നടത്തുന്ന പക്ഷം പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്, ബുദ്ധി വേണ്ടതുപോലെ പ്രചോദിപ്പിക്കപ്പെട്ടു എല്ലാ സമയത്തും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണത്? അത് അതിൻ്റെ പാട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കോളും. ഇന്നിപ്പോൾ തലയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്. വിശപ്പ് തോന്നിക്കുന്നത് ആരാ? ബുദ്ധിയാണ്. ഭക്ഷണം കഴിക്കണം എന്നുള്ള പ്രേരണയോ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. കഴിച്ച ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോയി പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ് മൂലം അത് ഡൈജസ്റ്റഡായി അബ്സോർപ്ഷനും അസിമിലേഷനും നടന്ന് രക്തമായി തീരുന്നതോ അതും തലച്ചോറിൻ്റെ പ്രഭാവം കൊണ്ടാണ്. ആ തലച്ചോറിനെ വേണ്ടതുപോലെ പ്രചോദിപ്പിക്കട്ടെ, പ്രശോഭിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ മനുഷ്യന് വേണ്ടതൊക്കെ ആയി അതിൽ. എന്നാൽ ഈ ഗായത്രി മന്ത്രം അവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. സവിതുഹു എന്നൊരു വാക്കുണ്ട്. സവിതാവിൻ്റെ വരേണ്യം ശ്രേഷ്ഠമായ ഭർഗഹ തേജസ് പ്രകാശം, അതിനെയാണ് ഞങ്ങൾ ബുദ്ധിയിൽ നിർത്തുന്നത്. ധീമഹി, ആ ദേവന സവിതാവ് എന്ന് പറഞ്ഞു. പക്ഷേ വാസ്തവത്തിൽ സവിത സൂര്യനല്ല. സൂര്യനാണെങ്കിൽ സൂര്യൻ എങ്ങനെയാണ് ബുദ്ധിയെ പ്രശോഭിപ്പിക്കുക അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക? വാസ്തവത്തിൽ അത് പരമാത്മാവ്, അന്തരാത്മാവിൻ്റെ ഒരു പര്യായ ശബ്ദമാണത്. അന്തരാത്മാവാണല്ലോ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രശോഭിപ്പിക്കുന്നത്. നമുക്കൊരു പ്രേരണയും പുറത്തു നിന്നില്ല. എന്തെങ്കിലും ഒരു സാധനം കണ്ടു, ഒരു ആകർഷണം തോന്നി, കാണാൻ കണ്ണ് സഹായിക്കുന്നു. കാണുന്നത് പോലും നമ്മുടെ മനസ്സാണ്. കണ്ടതിലൊരു ആകർഷണം തോന്നുന്നത് ഇത് കൊള്ളാം എന്നുള്ളൊരു തോന്നലിനെ തുടർന്നാണ്. തോന്നൽ കണ്ണാണോ ഉണ്ടാക്കുന്നത് അതോ മനസ്സോ? മനസ്സ്. അപ്പം മനസ്സല്ലേ ആകർഷണം ജനിപ്പിക്കുന്നത് തന്നെ. അപ്പം ആ മനസ്സാണ് എല്ലാറ്റിനും കാരണം. ആ മനസ്സിനെ പ്രശോഭിപ്പിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ മനസ്സിനേക്കാൾ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന അന്തരാത്മാവാണ്. ആ അന്തരാത്മാവിനെ സൂചിപ്പിക്കുന്നത് എന്താ? പരോ രജസേ സാവധോം, രജോ ഗുണത്തിനും അപ്പുറമുള്ളതായ വിശേഷപ്പെട്ട അവാച്യമായിരിക്കുന്ന ഒരു പ്രഭാവമുണ്ട്. അതാണ് ഓം. സാധാരണ ഈ 4ാമത്തെ പാദം ഗൃഹസ്ഥന്മാർ ചൊല്ലാറില്ല, അവർക്ക് ചൊല്ലാൻ പാടില്ല എന്നാണ് പ്രമാണം. എന്താ കാരണം? ഇത് പറഞ്ഞു തുടങ്ങിയാൽ ഗൃഹസ്ഥന്മാർക്ക് സാധാരണ നിലയ്ക്കുള്ള പ്രേരണകളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അത്രേ. അവർ ശുദ്ധന്മാരായിക്കളയും വേഗം. അപ്പം മനസ്സിന് ശുദ്ധി വന്നാൽ അവർ ഞങ്ങളെപ്പോലെയൊക്കെ ആയിക്കളയുന്ന അർത്ഥം. ഞങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സന്യാസിമാരാണല്ലോ, ഞങ്ങളെപ്പോലെ ആവാൻ അവർക്ക് പ്രേരണ തോന്നും. അത് ഗൃഹസ്ഥന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ 4ാമത്തെ പാദം പറയാറില്ല. പരോ രജസേ സാവധോം, അങ്ങനെ ഒരു വിഷയവും കൂടിയുണ്ട് ഈ ഗായത്രിയിൽ. യഥാ സുഹൃത്രിപദീം ജപേത്. അപ്പം ശരീരത്തിനുള്ള ഒരു വിഷമം, പ്രത്യേകിച്ചും ജനനേന്ദ്രിയ സംബന്ധമായ എന്തെങ്കിലും വികലതയുണ്ടെങ്കിൽ ആ വികലത പോകാനും കൂടി ചെയ്യേണ്ടത് എന്താ? ഗായത്രിയെ ജപിച്ചോളുക. ഒരു ബ്രഹ്മചാരിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഗായത്രി. ആ ഗായത്രി സർവസ്വമാണ്. അതിൽ നിന്ന് കിട്ടാത്തതൊന്നുമില്ല, സർവവിധം. ഈ ഗായത്രി ഒരു കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും 1000 തവണ ഒന്നിച്ച് ജപിക്കും. ഗായത്രി കൊണ്ടൊരു ഹോമമുണ്ട് ഒരു കൊല്ലത്തിലൊരിക്കൽ. സഹസ്രാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെയാണ്. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിൽ നിൽക്കുന്നുണ്ടോ? ബ്രഹ്മചാരി, ആ ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങളോടുകൂടി ചില പ്രത്യേക ഉടുക്കാനും കൊണ്ടുപോകാനും എല്ലാമായിട്ടുള്ളത് എന്തൊക്കെയുണ്ട്, അംഗോപാംഗങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മൗനം ദീക്ഷിക്കണം എന്ന് പറഞ്ഞു, ഷെയ്വ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു.
യുവത്വ സംബന്ധമായി എന്തെങ്കിലും വികലത വന്നുപോയാൽ ചെയ്യേണ്ടത് കുളിച്ച് തപസ്സാണ്. അഗ്ന്യർക്കാചാര്യ ഗോവിപ്ര ഗുരുവൃദ്ധസുരാൻ ശുചി സമാഹിത ഉപാസീത സന്ധ്യേ ച യഥവാഗ്ജപൻ. അഗ്ന്യർക്കാചാര്യ ഗോവിപ്ര ഗുരുവൃദ്ധസുരാൻ ശുചി സമാഹിത ഉപാസീത സന്ധ്യേ ച യഥവാഗ്ജപൻ. അഗ്നി, അർക്ക, ആചാര്യ, ഗോ, വിപ്ര, ഗുരുവൃദ്ധ, സുരാൻ, 8 ആൾക്കാരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നി, നമുക്ക് അഗ്നി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇരിക്കട്ടെ, അത്യാവശ്യമാണ്. അഗ്നി നമുക്ക് ഉപാസിക്കാനുള്ള ഒരു മാധ്യമവും കൂടിയാണ്. അപ്പം അഗ്നിയോടും സൂര്യനോടും ആചാര്യനോടും പശുവിനോടും ബ്രാഹ്മണനോടും ഗുരുവിനോടും വൃദ്ധന്മാരോടും സുരന്മാരോടും എല്ലാവരോടും വളരെ ശുദ്ധിയോടുകൂടി ആ വാക്കാണ് മനസ്സിനെയും ബുദ്ധിയെയും തട്ടുന്നത്. ശരീരത്തിന് വൃത്തി വേണം, പക്ഷേ ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും തട്ടുന്നതാണ്. ആ ശുദ്ധമായി ഗുരുവൃദ്ധസുരാൻ ശുചി സമാഹിത ഉപാസീത, വളരെ ഏകാഗ്രതയോടുകൂടി വേണം ഇവരെ ഉപാസിക്കാൻ. സന്ധ്യേച യഥവാഗ്ജപൻ, സന്ധ്യാസമയത്ത് കാലത്തും വൈകുന്നേരവും വിട്ടുപോകരുതെന്ന്. സൂര്യൻ ഉദിക്കരുത് ഈ സന്ധ്യാവന്ദനവും സന്ധ്യോപാസനയും ഇല്ലാതെ. യഥവാഗ്ജപൻ, ആ സമയത്ത് വർത്തമാനമൊന്നും പറയരുത്. ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കുക, പറയുക, ഇങ്ങനെയുള്ള വിക്ഷേപങ്ങളൊന്നും പാടില്ല. ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഗുരുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. ഗുരുകുലത്തിലാണ് താമസം. അവിടെ പോയിക്കഴിഞ്ഞാൽ ഒരു പുതിയ ചിന്താഗതിയോടും ഭാവസമ്പന്നതയോടും കൂടി വേണം അവിടെ പോകാൻ. താൻ വന്നിരിക്കുന്നത് വളരെ ആദരാർഹമായിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണത്? വീട്ടിൽ ഇത്ര നാളും കളിച്ചും ചിരിച്ചും അച്ഛനമ്മമാരോടുകൂടി ഓടി നടന്നും കഴിഞ്ഞുകൂടി. ഇപ്പം എൻ്റെ ജീവിതം വളർന്നു, എൻ്റെ ശരീരം വളർന്നു, ഇനി എനിക്ക് പഠിക്കാനുള്ള സമയമായി. ആ പഠിക്കുന്ന സമയത്ത് നമ്രഭാവമാണ് ആവശ്യം. ഇപ്പം വിദ്യയെ സമീപിക്കുന്ന സമയത്ത് തല കുനിഞ്ഞാലേ വിദ്യ ഉള്ളിൽ കയറുള്ളൂ, തല ഉയർത്തിപ്പിടിച്ചാൽ കയറില്ല. വിദ്യയോട് നമുക്കുള്ള സമീപനം വളരെ വ്യക്തമാണ്. അപ്പോൾ ആ സമീപനത്തിൽ ഒരു വിശാലമായിരിക്കുന്ന ഒരു വീക്ഷണം തരികയാണ്. അഗ്നി, നമ്മൾ യജനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അഗ്നി വളരെ ഭക്തി ജനിപ്പിക്കേണ്ടതാണ്. അതുമാതിരി സൂര്യൻ ഉദിച്ചാലാണല്ലോ എല്ലാവരും എണീക്കുക. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സൂര്യനും അതുപോലെ പ്രധാനപ്പെട്ട ഒരു ആദരാർഹമായിട്ടുള്ള ഒരു സോഴ്സാണത്. ആചാര്യൻ, പശുക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. പശുവിൻ്റെ പാലും നെയ്യും മോരും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പശുവിനോട് വലിയ അമ്മ പോലെ തന്നെയാണ്. വിപ്രന്മാർ, പൊതുവെ ബ്രാഹ്മണർ, ഗുരുജനങ്ങൾ, പ്രായം കൂടിയവർ, അവരോട് എപ്പോഴും നമുക്കൊരു ആദരവും അവരെ സേവനം ചെയ്യാനും. ഒരു വൃദ്ധനെ കണ്ടാൽ ഉടനെ കൈ പിടിച്ച് എണീപ്പിക്കാനോ നടക്കാനോ നമ്മൾ സഹായിക്കണം, പറയേണ്ട ആവശ്യമില്ല. സുരാൻ, അതുമാതിരി ദേവന്മാർ, ഇവരെ എല്ലാവരെയും വളരെ നിയന്ത്രിത ചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഉപാസിക്കണം. ആ ഉപാസീത എന്നുള്ള വാക്കിനർത്ഥം സാധാരണ ഒരു ബഹുമാനമോ ആദരവോ മാത്രം പോരാ, അതിലൊരു ദിവ്യമായിരിക്കുന്ന ഒരു ഭാവവും കൂടി വേണമെന്ന്. ദൈവത്തിനോട് നമുക്ക് എന്താ തോന്നുക? ഭക്തി. ആ ഭക്തിപൂർവമുള്ള ഒരു ആദരവാണ്. അതേപോലെയുള്ള ആദരവായിരിക്കണം ഈ സാധനങ്ങളെ ഒക്കെ കണ്ടാൽ. ഇതിൽ ആരൊക്കെയുണ്ട്? പശുക്കൾ, മൃഗങ്ങളിൽപ്പെട്ട പശുവുണ്ട്. പിന്നെയോ വൃദ്ധന്മാരുണ്ട്. ഇവർ രണ്ടുപേരും പ്രത്യക്ഷങ്ങളാണ്. അഗ്നി, അർക്കെന്ന് പറയുമ്പോൾ സൂര്യനും പ്രത്യക്ഷമാണ്, അഗ്നിയും പ്രത്യക്ഷമാണ്. അതിൽ പശുക്കളുമുണ്ട്, ബ്രാഹ്മണരുമുണ്ട്, വൃദ്ധന്മാരുമുണ്ട്. അപ്പം നമ്മുടെ ഭക്തി വെറുതെ അലൗകികമായിരിക്കുന്ന ഒരു തേജസ്സോടോ പ്രഭാവത്തോടോ മാത്രമായി നിൽക്കരുത്. നമ്മുടെ ഭക്തിക്ക് ഒരു ഊർജ്ജസ്വലത വരണം, ഒരു ഊഷ്മളത വരണം. അപ്പോൾ ഈ ഘടകങ്ങളോടൊക്കെ നമുക്ക് ആ ഭക്തിഭാവം ഉണ്ടായാൽ ആ ഭക്തി കൂടുതൽ സമ്പന്നവും കാര്യക്ഷമവുമാവും. അഗ്ന്യർക്കാചാര്യ ഗോവിപ്ര ഗുരുവൃദ്ധസുരാൻ ശുചി സമാഹിത ഉപാസീത സന്ധ്യേ ച യഥവാഗ്ജപൻ. ആചാര്യം മാം വിജാനീയാത് നാവമന്യേത കർഹിചിത് ന മർത്യബുദ്ധ്യാ അസൂയേത സർവദേവമയോ ഗുരുഹു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാനിതൊക്കെ പറയണോ? ഭാഗവതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? അതോ നമ്മുടെ തന്നെ പൂർവികന്മാരുടെ ജീവിതശൈലി ഇങ്ങനെയായിരുന്നു, അതിൻ്റെ അനന്തരവന്മാരാണ് നമ്മൾ എന്നുള്ള ബോധത്തോടു കൂടി കേൾക്കുന്നുവോ?
ഇത് അയൽവക്കക്കാരൻ്റെ ചരിത്രം പറയുന്നത് പോലെയാണ്. കാലത്തിൽ ഇവർ നമ്മുടെ പൂർവികരാ, അയൽപക്കത്തുള്ള ആളെ പോലെ. അതിൻ്റെ അനന്തരവന്മാരാണ് നമ്മൾ. ആചാര്യം മാം വിജാനീയാത്. പഠിക്കാൻ പോയ സ്ഥലത്ത് ഒരു ആചാര്യനുണ്ടാവും. ആ ആചാര്യനെ ഞാനായിട്ട് കണക്കാക്കണം. മാം ഞാനായി, വിജാനീയാത് മനസ്സിലാക്കണം. ആചാര്യം മാം വിജാനീയാത്. നമുക്ക് അറിവില്ല. അപ്പം അറിവുണ്ടാവാൻ വേണ്ടി ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്നു. ആചാര്യൻ്റെ അടുത്ത് ചെന്ന് എന്താ വേണ്ടേ? ഈശ്വരനോട് കരുതുന്ന മാതിരി ആവണം ആചാര്യനോടുള്ള ഭാവം. ഈശ്വരനോട് നമുക്ക് എതിർക്കാൻ തോന്നില്ലല്ലോ, ആദരിക്കാനല്ലേ തോന്നുള്ളൂ. ഈശ്വരൻ പറയുന്നതിനോട് തർക്കവും തകരാറും ശരിയല്ല എങ്ങനെ ഒന്നും തോന്നില്ലല്ലോ. അതേമാതിരി അദ്ദേഹം പറയണത് കേട്ട് ഗ്രഹിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാവണം. തടസ്സവാദങ്ങളോ എതിർപ്പുകളോ പരിഹാസങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിൽ തോന്നരുത്. ആചാര്യം മാം വിജാനീയാത് നാവമന്യേത കർഹിച്ചിത്. പ്രത്യേകിച്ചും പറയാണ്, ഒരിക്കലും മനസ്സിൽ അപമാനം തോന്നരുത് ആചാര്യൻ്റെ നേരെ. അദ്ദേഹം ചിലപ്പോൾ ശുണ്ഠിയെടുത്തു എന്ന് വരാം, ദേഷ്യപ്പെട്ടു എന്ന് വരാം, ചിലപ്പോൾ ചില പ്രകാരഭേദങ്ങൾ കണ്ടു എന്ന് വരാം. അത് എന്ത് കണ്ടാലും എൻ്റെ ഗുരുവാണ്, ആ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഒന്നും പറയില്ല എന്നൊരു തോന്നില്ല. ഈ വിചാരം കൊണ്ടുണ്ടാവുന്ന നേട്ടം ആർക്കാ? ഗുരുവിനോ അതോ ശിഷ്യനോ? എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഗുരുവിനെ ഞാനായിട്ട് വിചാരിക്കണം. ആരാ വിചാരിക്കുന്നത്? ശിഷ്യൻ. അപ്പം ഈ വിചാരം കൊണ്ടുള്ള ധന്യത ആർക്കാ? ശിഷ്യന്. ഗുരുവിനോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ ഒരു മനസ്ഥിതി ശിഷ്യനിൽ വേണം എന്ന് പറയുമ്പോൾ ആ ശിഷ്യന് അത് പഠിക്കാനായി ഏറ്റവും വലിയ സാധനയായി, ഏറ്റവും വലിയ ഗുണചിഹ്നമായി. നാവമന്യേത കർഹിച്ചിത്. ഒരിക്കലും പൊട്ടുപോലും അനാദരവ് തോന്നരുത്. നമർത്യ ബുദ്ധ്യ അസൂയേത സർവദേവമയോ ഗുരുഹു. വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഗുരു മനുഷ്യനായാലല്ലേ മനുഷ്യനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സാധാരണ ദൈവം എല്ലായിടത്തുമുണ്ട്, എല്ലാവരിലുമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരൻ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനെയാണ്. എന്നാലും നാം ഈശ്വരനെ അറിയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. അതിനെന്താ കാരണം? നമ്മളെപ്പോലെ ഒരു സാദൃശ്യം ഈശ്വരനില്ല. ആ സാദൃശ്യത്തിലിരുന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഗുരു മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനാണ്. മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ. ആ ഈശ്വരൻ മനുഷ്യരൂപത്തിലിരുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, നാം മനുഷ്യനായതുകൊണ്ട്. ഒരു പക്ഷേ ഒരു പുലിയെ പഠിപ്പിക്കണമെങ്കിൽ പുലിയായിട്ട് ചെന്നാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മർത്യബുദ്ധിയ, ആ മനുഷ്യനാണെന്നുള്ള വിചാരം, ന അസൂയേത. അദ്ദേഹത്തെ സംബന്ധിച്ച് അസൂയ തോന്നാൻ ഇടവരരുത്. സർവദേവമയോ ഗുരുഹു. എല്ലാ ദേവന്മാരും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുകയാണ് ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൽ എന്ന് മനസ്സിലാക്കണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സാർവത്രികവും സമഗ്രവുമായിരിക്കുന്ന ഒരു ഭക്തിഭാവം വേണം. ഈ അസൂയ എന്ന് പറയുന്നത് എന്താ? ഗുരുവിൻ്റെ അടുത്ത് അസൂയ തോന്നൂ എന്ന് തോന്നിയാൽ എന്താണ് ഈ അസൂയ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എല്ലാവർക്കും ഉണ്ട്, സ്ത്രീകൾക്ക് കൂടുതലാണെന്നും പറയും. എന്താണ് ഈ അസൂയ? അസൂയ എന്ന് പറയുന്നത് ഇനി ഒരുത്തനിൽ ദോഷം കാണാനുള്ള ഒരു പ്രവണത. പ്രത്യേകിച്ചും ഒരാളിൽ ഗുണമുണ്ടെങ്കിൽ അത് ഗുണമല്ല, അതിൻ്റെ പിന്നിൽ ദോഷമുണ്ട് എന്നിങ്ങനെ ആരോപിച്ച് കാണുക. അപ്പോൾ ഗുണങ്ങളെ ദോഷമായി പരിഗണിക്കത്തക്ക ഒരു പൊട്ട വിചാരഗതിയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ നല്ല അഴകുള്ള ആളാണ്, പിന്നെ കൂടുതൽ അഴകുള്ള ഒരാളെ കണ്ടാൽ അഴകുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ മൂക്ക് ഇങ്ങനെയാന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഗുണത്തിനെ ഗുണമല്ലാതെ ആക്കി തീർക്കാനുള്ള ഒരു ദോഷാവിഷ്കരണം, ഇതാണ് അസൂയ ശബ്ദത്തിനർത്ഥം. ഗുണത്തിനെ ഗുണമല്ലാതെ ആക്കി തീർക്കുന്ന എന്തെങ്കിലും ഒരു ചിന്താഗതി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി തീർക്കുക. ഇതിനെ പൊറായ്മ എന്നൊരു വാക്ക് മലയാളത്തിൽ പറയും, തമിഴിലാവുമ്പോൾ പൊറാമ എന്ന് പറയും, പൊറാമ എന്ന് പറയും. അപ്പോൾ പൊറായ്മ, ഒരുവൻ്റെ ഗുണത്തിൽ ദോഷം ഉണ്ടാക്കി തീർക്കുക, ഇല്ലാത്ത ദോഷം ഉണ്ടാക്കി അത് ഗുണമല്ല എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ വരരുത് ഒരു ഗുരുവിൻ്റെ നേരെയെന്ന്. അത് ഗുരുവിനെ സംബന്ധിച്ചും ശിഷ്യന് തോന്നാമത്രേ. പഠിച്ച് കുറേ ആയി, ഏതാണ്ട് പഠിപ്പ് അവസാനിക്കാറായാൽ ശിഷ്യൻ്റെ ബുദ്ധി വികസിച്ചു എന്ന് വരാം, അറിവുണ്ടായി എന്ന് വരും. ചിലപ്പോൾ ആചാര്യൻ ഒന്ന് ആലോചിച്ച് പറയുന്ന ശ്ലോകങ്ങളോ ഓർമ്മക്കുറിപ്പുകളോ ഒക്കെ ശിഷ്യന് പെട്ടെന്ന് പറയാൻ സാധിച്ചു എന്ന് വരാം. അപ്പോൾ ഇടയിൽ തോന്നിക്കഴിഞ്ഞാലോ, ഇനി ഈ ഗുരുവിന് എനിക്ക് പഠിപ്പിക്കാനൊന്നുമില്ല, അദ്ദേഹം പറയണതൊക്കെ പോരാ എന്നൊക്കെ തോന്നി തുടങ്ങിയാൽ
അങ്ങനെ വരരുത്. ന മർത്യബുദ്ധ്യ അസൂയേത. ഒരു മുൻകരുതലാണ് പറയുന്നത് ഒരു വാണി. ആചാര്യം മാം വിജാനീയാത് നാപമന്യേത കർഹിചിത് ന മർത്യബുദ്ധ്യ അസൂയേത സർവദേവമയോ ഗുരുഹു. നിങ്ങൾക്കൊക്കെ ഒരാലോചന വരാം, സ്വാമിജി ഈ പറയുന്നതൊക്കെ സംഭാവ്യമാണോ എന്ന്. നിങ്ങൾ സംശയിക്കുകയേ വേണ്ട, ഇതൊക്കെ സംഭാവ്യ. ഇന്നിവിടെ സാധാരണ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഒരു രീതി വേറെയാണ്. എന്താണ് ആ രീതി? കുറേ കുട്ടികളെ 10-40 കുട്ടികളെ ഒന്നിച്ചിരുത്തി കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ ഒരധ്യാപകനോ ഒന്നിലധികം അധ്യാപകന്മാരോ പഠിപ്പിച്ച് അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു കൂട്ടായ വിദ്യാഭ്യാസം ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരു ശിഷ്യനുമായും ആ ഗുരുവിന് അല്ലെങ്കിൽ അധ്യാപകന് പ്രത്യേകമായ ഒരു അടുപ്പമോ താതാത്മ്യമോ ഉണ്ടാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ കന്നാലികളെ മേച്ച് അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന മാതിരിയുള്ള ഒരു സമ്പ്രദായം. അതുകൊണ്ട് എന്തുണ്ടാവും? പഠിപ്പിക്കുന്ന വിഷയം ആ കുട്ടി മനസ്സിലാക്കിയെന്ന് പറയാം. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് വരുന്നതായ നിത്യനിരന്തര ജീവിത പരിഷ്കാരമുണ്ടല്ലോ, അത് വന്നോളണം എന്നില്ല. ആ പരിഷ്കാരം ആ കുട്ടിക്ക് ഒന്നുകിൽ വീട്ടിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കിട്ടണം എന്ന് നിങ്ങൾ തന്നെ പറയൂ. നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവനും ഒരു ഭാഗത്ത് ക്യാരക്ടർ, അതായത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്ഥായിയായ ലക്ഷണങ്ങൾ, നന്മകൾ, പിന്നെ ബിഹേവിയർ, പെരുമാറ്റം, പുറത്തേക്കുള്ള പ്രകടനം, അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായ സമ്പർക്കം. ഇപ്പോൾ നമ്മുടെ വസ്ത്രം ധരിക്കുന്നതിൽ അതെങ്ങനെയുണ്ട്, എവിടെ കിടക്കണു എന്നൊക്കെ, നടക്കുന്ന സമയത്ത് എങ്ങനെ നടക്കണു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖാമുഖം നോക്കി സംസാരിക്കുന്നുണ്ടോ, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടോ, അതോ കൂറാൻ തിന്ന പൂച്ചയെ പോലെയോ മുഖം, ഇതൊക്കെ ഒന്ന് ആലോചിക്കണമല്ലോ. ആ പെരുമാറ്റം, നമ്മളെ കണ്ടാൽ മറ്റൊരാൾക്ക് സന്തോഷം തോന്നണം, അവർക്കൊരു ഉത്സാഹം തോന്നത്തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ നിൽപ്പും നടപ്പും ഇരിപ്പുമൊക്കെ. അതൊക്കെ വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യുക, സമ്പർക്കം പുലർത്തുക. ഇതാണ് 3 നമുക്ക് ആവശ്യം. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ നമുക്ക് കിട്ടുന്നത് പല വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടിയാലും ഇത് പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ഉള്ളത് നമ്മുടെ വ്യക്തിത്വമാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തിനുള്ള ഗുണമൂല്യ സമ്പന്നത എവിടുന്ന് വരും എന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂസ് എന്നുള്ള സ്ഥാപനം ഈ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് കുറേ പ്രവർത്തിച്ചു കഴിഞ്ഞു, ഒരുപടി മീറ്റിംഗ് നടത്തി കഴിഞ്ഞു. എങ്ങനെയാണ് കുട്ടികളെ മൂല്യങ്ങൾ, ദേശീയ മൂല്യങ്ങൾ പഠിപ്പിക്കുക? നമ്മുടെ ദേശീയ മൂല്യത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം, സമ്പർക്കം. അതുമാതിരി വ്യക്തി നന്നാവണമെങ്കിൽ കുടുംബത്തിൽ മൂല്യങ്ങൾ വേണം. കുടുംബ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ വ്യക്തിക്ക് മൂല്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുടുംബത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങൾ മൂല്യവാന്മാരായാൽ സമാജവും മൂല്യവത്തായി. സമാജം മൂല്യവത്തായാൽ നമ്മുടെ രാജ്യം, രാഷ്ട്രം മൂല്യവത്തായി. ഒരു കുട്ടി മൂല്യങ്ങൾ പഠിക്കുന്നതും ഉൾക്കൊള്ളുന്നതും അവനവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഇപ്പോൾ മലേഷ്യയിൽ ഞങ്ങൾ ചെന്നപ്പോൾ 3 വർക്ക്ഷോപ്പ് നടത്തി. എന്തായിരുന്നു വർക്ക്ഷോപ്പിലെ വിഷയം? സ്പിരിച്വൽ വാല്യൂസ് ഫോർ ഫാമിലി വെൽഫെയർ ആൻഡ് ഹാർമണി. എല്ലാം കൂടി ഒരു 800-900 ആൾ പങ്കെടുത്തിട്ടുണ്ടാവും 3 വർക്ക്ഷോപ്പിൽ. കാലത്ത് 9 മണിക്ക് തുടങ്ങി രാത്രി വൈകുന്നേരം 6 മണി വരെയായിരുന്നു. ഒരു നല്ല ബാങ്ക്വറ്റ് ഹാളിലൊക്കെയാണ് നടത്തിയത്, എയർ കണ്ടീഷൻ ഹാളിൽ. എല്ലാവരും റൗണ്ട് ടേബിളിലിരുന്ന് പറയാനുള്ളത് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ ചർച്ച ചെയ്ത് അവരുടെ ചോദ്യങ്ങൾ എടുത്തിട്ട് ആ ചോദ്യങ്ങൾക്കും കൂടി മറുപടി പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളത് അവസാനിപ്പിച്ചത്. ഒരു പ്രതിജ്ഞയും അവരെ കൊണ്ട് എടുപ്പിച്ചു. അതിൽ ഞാൻ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ദ ഫാമിലി ഈസ് ദ ഫാബ്രിക് ഓഫ് ദ സൊസൈറ്റി ആൻഡ് നേഷൻ. ഒരു രാഷ്ട്രത്തിൻ്റെയും സമാജത്തിൻ്റെയും ഊടും പാവുമാണ് വാസ്തവത്തിൽ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ ഇല്ലാത്ത മൂല്യങ്ങൾ വ്യക്തിക്കുണ്ടാവില്ല. വ്യക്തിക്കും കുടുംബത്തിനും ഇല്ലാത്ത മൂല്യങ്ങൾ സമാജത്തിൽ കാണില്ല. സമാജത്തിനില്ലാത്ത മൂല്യങ്ങൾ രാഷ്ട്രത്തിനും കാണില്ല. നമ്മുടെ ഭരണകർത്താക്കളൊക്കെ പുകഞ്ഞ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവരൊക്കെ വന്നു കയറുന്നത് 5 കൊല്ലം രാജ്യം ഭരിക്കാനാണ്. 5 കൊല്ലം രാജ്യം ഭരിച്ചാൽ എന്തുവരും അവർക്ക്? ജനങ്ങൾ നൽകുന്ന നികുതി പിരിക്കാനുള്ള ഒരു അവകാശവും അധികാരവും, അത് ചെലവ് ചെയ്യാനും അതിനു വേണ്ട ഉദ്യോഗക്കാരെ വയ്ക്കാനുമുള്ള അധികാരം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ജനങ്ങളും നികുതിയുമൊക്കെ തുടർച്ചയായി ശതാബ്ദങ്ങളോളം സഹസ്രാബ്ദങ്ങളോളം ഉണ്ടാകണമെങ്കിൽ ആ ജനത നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് മൂല്യങ്ങൾ. അപ്പോൾ ഈ മൂല്യങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകണം. മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ
എന്തും ലോകത്തിൽ നിലനിൽക്കൂ. ഒരു വ്യവസായത്തിനും വേണം മൂല്യം, ഭരണകൂടത്തിനും വേണം മൂല്യം. മൂല്യമില്ലെങ്കിൽ സർവ്വതും തകരും. റോമൻ സിവിലൈസേഷൻ മുഴുവൻ തകർന്നതും മൂല്യ തകർച്ച കൊണ്ടാണ്. അപ്പോൾ മൂല്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ദ വൈറ്റൽ പാർട്ട് ഓഫ് എ സൊസൈറ്റി. അതില്ലാതെ ഒന്നും നിൽക്കില്ല. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. നമ്മുടെ മനുഷ്യരാശിയുടെ സഭ്യതയുടെ നട്ടെല്ലാണത്. ഇതെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. നാം ഈ പറയുന്നത് സംഭാവ്യമോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെ സംഭാവ്യമാണ്. പഴയ കാലത്ത് ഒരു തരത്തിൽ നടന്നുകൊണ്ടിരുന്നു, കാലം മാറുന്നുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. ഞാൻ പഴയ കാലത്ത് ഒരു സന്യാസിയാണെങ്കിൽ ഷർട്ടും ബനിയനും ഇട്ടിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ തലയിലും ഒരു മുണ്ടുണ്ടാവില്ല. ഇന്നത്തെ കാലത്തായതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ കുറേ ഷർട്ടുമൊക്കെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കാലോചിതമായിട്ടുണ്ടാകാമെങ്കിലും അച്ചടക്കത്തിൽ എന്ത് മാറ്റാൻ വരിക? സത്യം പറയണമെന്ന് പറയുന്നതിൽ നുണ പറയണമെന്നൊരു നിലയുണ്ടോ? അതില്ലല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ജീവവായുവല്ലേ ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങൾക്ക് ഒരു മാറ്റവും ഒരു കാലത്തും വരാൻ പോണില്ല. അപ്പോൾ ആ പഴയ ബ്രഹ്മചര്യം എങ്ങനെയാണ് അവർ പോയത് അത് മനസ്സിലാക്കി ഇന്നും നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കണം. വെറും യൂണിഫോം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിൽക്കുമോ? ഒരു സമത്വസുന്ദരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് നൽകാൻ, അതോ വേറെ ചില നിഷ്ഠകളും കൂടി വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ചിന്തിക്കണം. കുട്ടികൾ വിദ്യ അഭ്യസിക്കണം. അതോടുകൂടി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് ദേശത്തോട് സ്നേഹം, കുടുംബത്തോട് സ്നേഹം, സമാജത്തോട് സ്നേഹം, വിശ്വാസ്യത, അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത ഇതൊക്കെയുള്ള വ്യക്തികളാവണം എവിടെ ജോലിക്ക് ചെന്നാലും. ഇതൊക്കെ വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ വിദ്യ അഭ്യസിക്കാനുള്ള ഘടകങ്ങളെയാണ് പിന്നെ വർണ്ണിക്കുന്നത്. ഒക്കെ അച്ചടക്ക പരിശീലനമാണ്. എല്ലാറ്റിലും അച്ചടക്ക. സായം പ്രാതരൂപാനീയ ഭൈക്ഷ്യം തസ്മൈ നിവേദയേ. ഒന്നുമില്ലെങ്കിൽ ഇത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കൂ. സായം പ്രാതരൂപാനീയ ഭൈക്ഷ്യം തസ്മൈ നിവേദയേ യച്ചാന്യത് അപ്യനുജ്ഞാതം ഉപയുഞ്ജീത സംയത. സായം പ്രാതഃ, വൈകുന്നേരവും കാലത്തും, ഉപാനീയ ഭൈക്ഷ്യം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിശ്വസിക്കുമോ നിങ്ങളിത്? പ്രേക്ഷകരെ നിങ്ങളോടാ ചോദിക്കണേ ഞാൻ. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കോ? ഭാഗവതമാണ് പറയുന്നത്. ഭാഗവതം നമുക്ക് കണ്ണിലുണ്ണിയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പ്രത്യക്ഷമായിരിക്കുന്ന കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. സ്വീകൃതോസി മയാനാഥ, ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. എന്തിന്? മുക്ത്യർത്ഥം ഭവസാഗരേ, സാഗരത്തിൽ മുക്തി കിട്ടാൻ വേണ്ടി എന്നൊക്കെ നാം പറയാറുണ്ട്. ആ ഭാഗവതം പറയുന്നതാണിത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുമോ? അത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. സായം പ്രാതരൂപാനീയ ഭൈക്ഷ്യം തസ്മൈ നിവേദയേ. പഴയ കാലത്ത് വിദ്യാഭ്യാസത്തിന് പോയാൽ ഗുരുവിനുമില്ല ഒരു ധനചിന്ത, ശിഷ്യനുമില്ല ഒരു ധനചിന്ത. ഇന്നത്തെ വിദ്യാഭ്യാസത്തിലോ ഹൈക്കോർട്ടിലടക്കം കേസെന്താ? ധനചിന്ത തന്നെ. ക്യാപിറ്റേഷൻ ഫീ ആകാമോ പാടില്ലയോ? എത്ര വേണം? ജനങ്ങൾ പറഞ്ഞു തുടങ്ങി കൈക്കൂലി നിങ്ങൾ നിയമമാക്കി കളയൂന്ന്. എത്ര കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞേക്കൂ, അതാ കൊടുത്തേക്കാം. അപ്പോൾ അത് വിട്ട് പിന്നെയും ചോദിക്കും, നിയമമാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താ നമ്മുടെ നില? സർവ്വദിക്കിലും നാണക്കേട് തന്നെ. ഇവിടെ നാണക്കേടിന് വല്ല വഴിയുണ്ടോ? ആലോചിച്ച് നോക്കൂ. കാലത്തും വൈകുന്നേരവും ശിഷ്യൻ പോയി ഭിക്ഷയെടുക്കണം. ആ കിട്ടിയിട്ടുള്ള ഭിക്ഷ എന്തു വേണം? ശിഷ്യൻ അത് പൊട്ടെടുത്ത് വായിലിടരുത്, എത്ര വിശന്നാലും. തസ്മൈ നിവേദയേ. ഭിക്ഷ കൂടാതെ വല്ലതും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ കിട്ടിയിട്ടുള്ളതും എല്ലാം തന്നെ നിവേദയേ, ഗുരുവിനങ്ങോട്ട് കൊടുക്കണം. എന്നിട്ടോ ഗുരുവിൻ്റെ നിർദ്ദേശപ്പെടിക്ക് വളരെ ഒതുക്കത്തോടു കൂടി വേണം അത് കഴിക്കാൻ. ആദ്യം ഗുരു കഴിക്കും, അല്ലെങ്കിൽ കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഗുരുവിന് കൊടുത്ത് ബാക്കി എന്തുണ്ടോ അത് സംയത ഉപയുഞ്ജീത, വളരെ നിയന്ത്രിതനായി. ആർത്തിയോ ആശയോ മോഹമോ ഒന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു വിചാരമൊന്നും വരരുത്. അപ്പോൾ കാലത്തും വൈകുന്നേരവും പോവുക. കാലത്ത് പോയി ഭിക്ഷ കിട്ടി, ഈ വേവിച്ച സാധനമാണല്ലോ കിട്ടുന്നത്, അപ്പോൾ എടുത്തു വയ്ക്കാൻ പറ്റില്ല.
കാലത്ത് പോയി ഭിക്ഷ എടുത്ത് കിട്ടിയാൽ കാലത്ത് ഊണ് കഴിക്കാനായി, വൈകുന്നേരം പോയി ഭിക്ഷ എടുത്താലോ വൈകുന്നേരത്തേക്കായി, പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ എന്തിനാ അവിടെ ധനം, എന്തിനാ മോഹം? ഇത് രണ്ടും ഇല്ലല്ലോ. യച്ചാന്യതപ്യനുജ്ഞാതം ഉപയുഞ്ജീത സംയതഃ. ആദ്യം തസ്മൈ നിവേദയേ എന്നാണ് പറയുന്നത്. ഗുരുവിന് വേണ്ടി നിവേദിക്കണം എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ആർക്കാ നിവേദിക്കുന്നത്? നമ്മൾ നിവേദ്യം നൽകുന്നത് ഭഗവാനാണ്, ഭഗവതിക്കാ. എവിടെയാ? വിഗ്രഹത്തിൻ്റെ മുൻപിൽ. ഏതെങ്കിലും ഒന്ന് ഭഗവാനോ ഭഗവതിയോ കഴിക്കില്ല. പിന്നെ കഴിക്കണത് ആരാ? നമ്മളാ. പക്ഷേ നിങ്ങൾക്ക് വാസ്തവത്തിൽ നിവേദിക്കണമെങ്കിൽ, എന്തെങ്കിലും കൊടുത്തൊരു നിവേദ്യമായി കൊടുക്കണമെങ്കിൽ അത് ഗുരുവിനെ കൊടുക്കാൻ പറ്റൂ. അദ്ദേഹമേ അത് ഉപയോഗിക്കൂ. ഇപ്പം കാലത്ത് പോയി ഭിക്ഷ എടുത്തു, അത് കൊണ്ടുവന്ന് ഗുരുവിനെ അങ്ങോട്ട് കൊടുത്താൽ അദ്ദേഹം ഭംഗിയായിട്ടത് ഊണ് കഴിക്കും. ആവശ്യവുമാണ്. വിശപ്പാണത്രേ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു സമ്മർദ്ദം. ലോകത്തിലുള്ള ജീവരാശികൾക്ക് മുഴുവനും വിശപ്പ് തുല്യമാണ്. ആ വിശപ്പടങ്ങലും ആവശ്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ ഭക്ഷണം വേണം. ആ ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങുന്നതും തന്മൂലമുള്ള സന്തോഷവും ശാന്തിയും എല്ലാ ജീവരാശികൾക്കും തുല്യമാണ്. അപ്പം നാം കഴിക്കുന്ന നിവേദ്യം ശരിക്കൊരു നിവേദ്യമാകണം എന്നുണ്ടെങ്കിൽ അത് ഗുരുവിന് കൊടുക്കുന്നതാണ്. ബാക്കി വിഗ്രഹത്തിന് കൊടുത്താൽ നമ്മൾ പറഞ്ഞു നിവേദിച്ചു, എന്നിട്ട് അത് നമ്മൾ കഴിച്ചു. അല്ലാണ്ട് ആർക്ക് കൊടുക്കണോ ആൾ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നില്ല. ഇവിടെ പറയുന്നത് തസ്മൈ നിവേദയേ. ഭാഗവതം ഇതൊക്കെ വളരെ ഊന്നി പറയുന്നതാണ്. ഈശ്വരന് നാം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആരാണത് മേടിക്കുക, ആരാണത് ഉപയോഗപ്പെടുത്തുക? അവർക്ക് കൊടുക്കുക. വിശക്കുന്നവർക്ക് ഭക്ഷണം. ഒരു ചെടിക്കാണെങ്കിൽ അതിന് വെള്ളം ഒഴിക്കൂ, അതിന് വെള്ളം ഇടൂ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഗുരുവിന് നിവേദ്യം കഴിക്കണം എന്നാണ് പറയുന്നത്. ശുശ്രൂഷമാണ് ആചാര്യം സദോപാസീത നീചവത് യാനശയ്യാസനസ്ഥാനൈ നാതിദൂരേ കൃതാഞ്ജലി. എനിക്ക് ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോണ്ടല്ലോ കൂട്ടരെ വലിയ സന്തോഷമല്ല, ഒരു ദിവ്യത്വമാണ് മനസ്സിലെപ്പോഴും. ഗുരു ശുശ്രൂഷമാണ് ആചാര്യം. ആചാര്യനെ ശുശ്രൂഷിക്കുക. എന്താ ഈ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ? ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരണമെങ്കിൽ കൊടുക്കുക. വേറെ എന്തെങ്കിലും. ഇന്നാൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നചിന്ത നടന്നുകൊണ്ടിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രശ്നചിന്തകൻ മുറുക്കുന്ന ആളാണ്. ശിഷ്യൻ അടുത്തുണ്ട്. എപ്പോൾ നോക്കിയാലും ശിഷ്യൻ്റെ കൈ എങ്ങനെയാണ്? മുറുക്കുന്ന സാധനം കയ്യിൽ വെച്ച് തിരുമ്പിക്കൊണ്ടിരിക്കുക. അത് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ തിരുമ്പി കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കും, അതാ കൊടുക്കും. അത് കഴിഞ്ഞാൽ കയ്യിലെടുത്തിട്ട് തിരുമ്പി തുടങ്ങി. ഞാനൊരു ചിരിച്ചും കൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഓരോരോ ഗുരുനാഥന്മാർക്ക് ഓരോരോ തരത്തിലുള്ള ശുശ്രൂഷയാവും. അതിൽ പ്രാഥമികവും സാമാന്യവുമായിട്ട് ചിലതുണ്ട്. അദ്ദേഹത്തിന് വസ്ത്രം കഴുകി കൊടുക്കുക, കുളിക്കണമെങ്കിൽ വെള്ളം കൊണ്ടു കൊടുക്കുക, ചൂടാക്കണമെങ്കിൽ ചൂടാക്കി കൊടുക്കുക, ഒന്ന് ഉരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉരച്ചു കൊടുക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ദേഹത്തിന് വേണ്ടി ശുശ്രൂഷിക്കുക. അതാണ് ഒരു ശുശ്രൂഷ. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ കുടുംബാംഗങ്ങൾക്കോ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ കൃഷ്ണൻ തന്നെ സാന്ദീപനിയുടെ കൂടെ ഇരിക്കുമ്പോൾ കാട്ടിലേക്ക് വിറക് കൊണ്ടുവരാൻ പോയി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് രാത്രി പേമാരിയും ഇടിയും മഴയൊക്കെ ആയി മരത്തിൻ്റെ മുകളിൽ 2 ആളും കൂടി ഇരുന്നു. വേർത്ത് തുടങ്ങി, പേടിയായി. കാലത്ത് ആചാര്യൻ വന്ന് സാന്ദീപനി വന്ന് നോക്കിയപ്പോൾ ഈ രാത്രി മുഴുവനും നിങ്ങൾ കഴിച്ചു കൂട്ടിയല്ലോ, എന്തുമാത്രം കഷ്ടപ്പാടാണ് നിങ്ങൾ പഠിച്ചത്, 100 100ആയി പ്രശോഭിക്കട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും എപ്പോഴും പഠിക്കുകയല്ലല്ലോ. ഒരു 6 മണിക്കൂർ നേരം പരമാവധി പഠിക്കുമായിരിക്കാം. 24 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ 13ആയി. പിന്നെ 11 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ നേരം സ്വന്തം കുളിക്കും ആവശ്യത്തിനുമായി. പിന്നെയുണ്ടല്ലോ 10 മണിക്കൂർ. ഇതൊക്കെ എന്താ ചെയ്യുക? അപ്പോൾ ശിഷ്യൻ പഠിച്ചു കഴിയുമ്പോഴേക്കും സാധാരണ ഒരു വീട്ടിൽ എന്തെല്ലാം ചെയ്യേണ്ടി വരണോ അത് മുഴുവൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു പരിശീലനത്തോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ ശുശ്രൂഷമാണ് ആചാര്യം സദോപാസീത നീചവത്. ആ ശുശ്രൂഷയെ ഒരു ഉപാസനയായിട്ട് കാണണം. ഈശ്വരനെക്കുറിച്ച് നാം ഒരു ഉപാസന നടത്തുകയാണെങ്കിൽ ആ ഉപാസന എങ്ങനെയോ
അതുപോലെ പ്രത്യക്ഷമായ ഈശ്വരന് വേണ്ടി നാം ചെയ്യുന്ന സേവനം ഒരു ഉപാസനയാണ്. ആ സമയത്ത് വേറെ ഒരാളെയും പിന്നെ പൂജിക്കേണ്ട ആവശ്യമില്ല, ഒരു തീർത്ഥാടനത്തിനും പോകേണ്ട ആവശ്യമില്ല.